നമസ്കാരം. ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അനുജ. പനമ്പിള്ളി നഗറിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ കേസിൽ മാതാവിനെ റിമാൻഡ് ചെയ്തു. ഈ മാസം 18 വരെയാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തത്. മാജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തിയാണ് കോടതി നടപടികൾ പൂർത്തിയാക്കിയത്. വിനീത വിജി വിശദാംശങ്ങളുമായി. വിനീത, ഇന്നിപ്പോൾ എന്ത് നടപടികളിലേക്കാണ് കോടതി കടന്നിട്ടുള്ളത്? ഒപ്പം ചില വെളിപ്പെടുത്തലുകളൊക്കെ ഈ യുവതി നടത്തിയിട്ടുണ്ടല്ലോ, അതിന്റെ കൂടി വിവരങ്ങൾ. തീർച്ചയായും അനുജ, പ്രധാനമായും ഇവരിപ്പോൾ ചികിത്സയിലാണുള്ളത്, ഇവരിപ്പോൾ ആശുപത്രിയിലാണുള്ളത്. ഇവർക്ക് ചില വൈദ്യസഹായം മറ്റും നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് ഈ ആശുപത്രിയിൽ നേരിട്ടെത്തിയാണ് ഈ കോടതി നടപടികൾ പൂർത്തിയാക്കിയത്. അവരെ ഈ മാസം 18 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഡോക്ടറുടെ റിപ്പോർട്ട് കൂടി ലഭിച്ചതിന് ശേഷം, ഇവരുടെ ആരോഗ്യനില ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഡോക്ടർ പോലീസിന് റിപ്പോർട്ട് നൽകും. ആ റിപ്പോർട്ട് കൂടി ലഭിച്ചതിന് ശേഷമായിരിക്കും ഈ കേസിന്റെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇവരെ വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുന്നത്. ഇനി അനുജ സൂചിപ്പിച്ച കാര്യത്തിലേക്കാണെങ്കിൽ, നേരത്തെ ഇന്ന് രാവിലെയോട് കൂടി തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ചില പ്രത്യേക മൊഴികൾ, ഈ യുവതിയുടെ ഭാഗത്തു നിന്നുണ്ടായ മൊഴികൾ പുറത്തു വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി എന്ന് പറയുന്നത്, ഈ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് തന്നെയാണ് കൊലപ്പെടുത്തിയതെന്ന് പോലീസിന് ഈ പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ഷോൾ ഉപയോഗിച്ച് കഴുത്തിൽ മുറുക്കിയെന്നും പറയുന്നു. ഒപ്പം തന്നെ ഇതൊക്കെ തന്റെ റൂമിൽ വെച്ചാണ്, തന്റെ മുറിയിൽ വെച്ചാണ് ചെയ്തതെന്നും ഇതിന് പിന്നാലെ അമ്മ എത്തി ആ വാതിലിൽ മുട്ടിയപ്പോൾ താൻ പരിഭ്രാന്തയായെന്നും പറയുന്നു. ഉടനെ കയ്യിൽ കിട്ടിയ ആമസോണിന്റെ ഈ കവറിൽ പൊതിഞ്ഞ് ഈ കുഞ്ഞിനെ പുറത്തേക്ക് ഉപേക്ഷിക്കുകയായിരുന്നുവെന്നുമാണ് യുവതി മൊഴി നൽകിയിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുവെന്നാണ് കമ്മീഷണറുടെ പ്രതികരണം വന്നിട്ടുള്ളത്. ഈ യുവതിയുടെ മൊഴിയിലും ഒപ്പം തന്നെ യുവതിയുടെ സുഹൃത്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും ഒക്കെ കൃത്യമായിട്ടുള്ള അന്വേഷണം അത് അനിവാര്യമാണെന്നും പോലീസ് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. തൃശൂരിൽ കെ മുരളീധരൻ 20,000-ൽ കുറയാത്ത ഭൂരിപക്ഷമുണ്ടാകുമെന്ന് KPCC നേതൃയോഗത്തിൽ വിലയിരുത്തൽ. 2ാം സ്ഥാനത്ത് LDF ആയിരിക്കുമെന്നാണ് നിഗമനം. 16 മണ്ഡലങ്ങളിൽ വിജയം ഉറപ്പെന്നാണ് KPCCയുടെ കണക്കുകൂട്ടൽ. പാലക്കാട്, കണ്ണൂർ, ആറ്റിങ്ങൽ, മാവേലിക്കര എന്നീ മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം നേരിട്ടുവെന്നും ഇന്ന് ചേർന്ന KPCC യോഗം വിലയിരുത്തി. സലിം മാലിക് വിവരങ്ങളുമായി. സലിം, കൃത്യമായി ഉള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ എത്ര സീറ്റ് അത് UDFന് ലഭിക്കും എന്നൊക്കെയുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള വിലയിരുത്തലാണോ ഇന്നിപ്പോൾ യോഗത്തിലുണ്ടായത്? തൃശ്ശൂരിലൊക്കെ LDF വലിയ ആത്മവിശ്വാസത്തിലാണ്. അവിടെ പാർട്ടിയുടെ വിലയിരുത്തൽ എന്താണ്? അനുജ, ബൂത്ത് തലത്തിൽ ഉൾപ്പെടെ ശേഖരിച്ച പ്രാഥമികമായ കണക്കുകളുടെ അടിസ്ഥാനത്തിലാണ് KPCC നേതൃയോഗം ഇന്ന് ചേർന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് വിലയിരുത്തലിൽ UDF നേതാക്കൾ നേരത്തെ അവകാശപ്പെടുന്ന 2020 എന്ന 20-ൽ 20 സീറ്റും വിജയിക്കുമെന്ന അതേ നിഗമനമാണ് ഇന്ന് നേതാക്കൾ വീണ്ടും ഈ നേതൃയോഗത്തിലും ആവർത്തിച്ചത്. മാത്രമല്ല, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ മത്സരിച്ച 16 സീറ്റിൽ 16-ലും വിജയിക്കും എന്നുള്ളത് കൂടിയാണ് കണക്കുകൂട്ടൽ. അതിൽ തന്നെ ഏറ്റവും കടുത്ത മത്സരം നടക്കുമെന്ന് പറഞ്ഞിരുന്ന തൃശ്ശൂരിൽ 20,000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്നുള്ളതാണ് ഇന്ന് തൃശ്ശൂരിന്റെ ചുമതലയുള്ളവരൊക്കെയും സ്ഥാനാർത്ഥി കെ മുരളീധരനും TN പ്രതാപനും ഉൾപ്പെടെയുള്ളവർ നേതൃയോഗത്തിൽ അറിയിച്ചത്. അത് പ്രകാരം നാട്ടിക, പുതുക്കാട് മണ്ഡലങ്ങളിൽ മാത്രമായിരിക്കും VS സുനിൽകുമാറിന് ലീഡ് ചെയ്യാൻ കഴിയുക. മാത്രമല്ല, തൃശ്ശൂരിൽ ഒരേ ഒരു മണ്ഡലത്തിൽ മാത്രമാകും BJP, നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാകും BJP 2ാം സ്ഥാനത്തെത്തുക. ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ബാക്കി 5 സ്ഥലങ്ങളിലും കെ മുരളീധരൻ തന്നെ ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതും ഇന്നത്തെ നേതൃയോഗത്തിൽ നേതാക്കൾ അറിയിച്ചു. 2ാം സ്ഥാനത്ത് LDF തന്നെ എത്തുകയും ചെയ്യും. BJPക്ക് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ടുകൾ പോലും ഇത്തവണ ലഭിക്കില്ല എന്നൊരു വിലയിരുത്തൽ കൂടി ഉണ്ട്. കാരണം ഈ ഈഴവ വോട്ട് കഴിഞ്ഞ തവണ പ്രത്യേക സാഹചര്യത്തിൽ സുരേഷ് ഗോപിക്ക് പോൾ ചെയ്ത ഈഴവ വോട്ട് ഉൾപ്പെടെയുള്ളത് ഇത്തവണ സുരേഷ് ഗോപിക്ക് പോൾ ചെയ്യില്ല. അതിൽ ഭൂരിഭാഗം VS സുനിൽകുമാറിനും മുസ്ലിം വോട്ടുകളിൽ ഭൂരിഭാഗം കെ മുരളീധരനും ലഭിക്കുമെന്നുള്ളതാണ് തൃശ്ശൂർ മണ്ഡലത്തെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തൽ. മാത്രമല്ല, ഈ സംസ്ഥാനത്തൊട്ടാകെയുള്ള ഈ വലിയ പ്രശ്നങ്ങളുള്ളത് അത് പാലക്കാട്, കണ്ണൂർ, ആറ്റിങ്ങൽ, മാവേലിക്കര എന്നീ മണ്ഡലങ്ങളാണ്. ഈ 4 മണ്ഡലങ്ങളിൽ കടുത്ത മത്സരം നേരിട്ടു. പക്ഷേ അവിടെയൊക്കെയും അവസാന ലാപ്പിൽ ജയിച്ചു കയറാനാകും എന്നുള്ളതാണ് അതത് സ്ഥാനാർത്ഥികളും മണ്ഡലത്തിന്റെ ചുമതലയുള്ള ആളുകളും പറയുന്നത്. മാത്രമല്ല, സംസ്ഥാനത്തൊരു നിശബ്ദ തരംഗം ഉണ്ടായിരുന്നു. ആ നിശബ്ദ തരംഗം ഭരണവിരുദ്ധ വികാരമായിരുന്നു എന്നുള്ളതും ഇന്നത്തെ നേതൃയോഗം വിലയിരുത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് UDFനെ ബാധിക്കില്ല. ഇടതുമുന്നണിയുടെ വോട്ടുകളിലാണ് അത്തരത്തിൽ കുറവ് സംഭവിച്ചത് എന്നുള്ളത് കൂടി പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, കണ്ണൂരിൽ ആദ്യഘട്ടത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നേതൃയോഗത്തിൽ K സുധാകരൻ പറഞ്ഞത്. പക്ഷേ അവസാനത്തോടുകൂടി ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള നിലയുണ്ടായി. അതുകൊണ്ട് തന്നെ അവിടെയും വിജയിച്ച് കയറും എന്ന് പറയുന്നു. മാത്രമല്ല, പാലക്കാട് തോൽക്കുമെന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ ചില പ്രചരണം നടക്കുന്നു. അത് വെറും പ്രചരണമായി കണ്ടാൽ മതി. കഴിഞ്ഞ വട്ടത്തേക്കാൾ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. കഴിഞ്ഞ തവണ താൻ 3ാം സ്ഥാനത്താകുമെന്നൊക്കെയായിരുന്നു പ്രചരണം. അതൊന്നും നടന്നില്ല. അതുപോലെ തന്നെ ഇത്തവണയും താൻ വിജയിച്ച് കയറും. ഏറ്റവും കുറഞ്ഞത് 20,000 വോട്ടിന്റെ കുറഞ്ഞ ഭൂരിപക്ഷമെങ്കിലും ഉണ്ടാകും എന്നും VK ശ്രീകണ്ഠൻ ഈ നേതൃയോഗത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. അതിനിടെ ചില വിമർശനങ്ങളും ഈ നേതൃയോഗത്തിൽ ഉണ്ടായി. അത് ഈ മണ്ഡലം ബൂത്ത് പുനഃസംഘടന അത് ഏറ്റവും അവസാന ഘട്ടത്തിൽ നടന്നത് അത് വലിയ തിരിച്ചടിയായി. ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികൾക്കെല്ലാം
എല്ലാവർക്കും ഉണ്ടായിരുന്ന പ്രശ്നം ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പ്രാദേശിക തലത്തിലുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതായിരുന്നു. അതിന് പ്രചരണത്തിന്റെ വലിയ സമയം പോയി എന്നുള്ളൊരു വിമർശനവും ഉണ്ടായിരുന്നു. മാത്രമല്ല ചില മാധ്യമങ്ങളിൽ ഈ കെ മുരളീധരൻ രൂക്ഷമായി നേതൃത്വത്തെ വിമർശിച്ചു എന്ന തരത്തിലുള്ള വാർത്ത വന്നിരുന്നു. ആ വാർത്തയെ നിഷേധിച്ചുകൊണ്ട് കെ മുരളീധരൻ രംഗത്തെത്തി. അങ്ങനെ ഒരു പ്രശ്നവും തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുകൂടി കെ മുരളീധരൻ വ്യക്തമാക്കുകയും ചെയ്തു. അനുജ, സലിം, ഇതിൽ ഏറ്റവും കടുത്ത മത്സരം നേരിട്ട മണ്ഡലങ്ങൾ പാലക്കാട്, കണ്ണൂർ, ആറ്റിങ്ങൽ, മാവേലിക്കര എന്നിങ്ങനെയാണോ ഇപ്പോൾ വിലയിരുത്തൽ ഉണ്ടായിട്ടുള്ളത്? അതിൽ തന്നെ ആറ്റിങ്ങലിൽ നമുക്കറിയാം തുടക്കം മുതൽ തന്നെ ഇരട്ട വോട്ട്, കള്ളവോട്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെ ഘടകങ്ങളായി ഇതിൽ വിലയിരുത്തലായി വന്നിട്ടുണ്ടോ? അനുജ, അതെ, കോൺഗ്രസിന്റെ വിലയിരുത്തലിൽ പാലക്കാട്, കണ്ണൂർ, ആറ്റിങ്ങൽ, മാവേലിക്കര ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിച്ച 16 മണ്ഡലങ്ങളിൽ ഈ 4 മണ്ഡലങ്ങളിലാണ് ഏറ്റവും ശക്തമായ മത്സരം നേരിട്ടത് എന്നുള്ളതാണ് വിലയിരുത്തൽ. ബാക്കി 12 സ്ഥലത്തും അനായാസമായി തന്നെ വിജയിക്കും. ഈ സ്ഥലങ്ങളിലും കോൺഗ്രസിന്റെ വിലയിരുത്തൽ പ്രകാരം ആദ്യ ഘട്ടത്തിലൊക്കെ മത്സരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും അവസാനത്തോടും ഒപ്പം തന്നെ ഈ നിശബ്ദ തരംഗം സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടായിട്ടുണ്ട്. ആ നിശബ്ദ തരംഗത്തിനൊപ്പം തന്നെ ഈ സ്ഥാനാർത്ഥികളും വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. മാത്രമല്ല ഈ ആറ്റിങ്ങലിൽ കടുത്ത മത്സരം ഉണ്ട് എന്നുള്ള വാദം നേതൃയോഗത്തിൽ അടൂർ പ്രകാശ് നിഷേധിക്കുകയും ചെയ്തു. ആറ്റിങ്ങലിൽ വലിയ ഭൂരിപക്ഷത്തിൽ തന്നെ താൻ ജയിക്കും, അതിൽ ഒരു സംശയവുമില്ല എന്ന് അവിടെ സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് പറയുകയും ചെയ്തു. അവിടുത്തെ ഇരട്ട വോട്ടുകൾ ഉൾപ്പെടെ പോൾ ചെയ്യാതെ ശ്രദ്ധിച്ചിട്ടുണ്ട്, പാർട്ടി പ്രവർത്തകർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാണ് അടൂർ പ്രകാശ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. അതേസമയം പാർട്ടിയുടെ വിലയിരുത്തലിൽ ഈ 4 മണ്ഡലങ്ങളിൽ വലിയ മത്സരം നടന്നിട്ടുണ്ട്. പക്ഷേ അവസാന ലാപ്പിൽ 10,000-ൽ കുറയാത്ത വോട്ടിന് അത് ഈ നിശബ്ദ തരംഗത്തിന്റെ കൂടി പ്രഭാവത്തിൽ വിജയിക്കുമെന്നുള്ളതാണ് വിലയിരുത്തൽ. അനുജ, ശരി, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലാണ് ഇന്ന് KPCC യോഗത്തിലുണ്ടായത്. അത് ഇവിടെയൊക്കെയാണ് കടുത്ത മത്സരമുണ്ടായത്. 16 ഇടങ്ങളിൽ വിജയം ഉറപ്പ് എന്ന തരത്തിലേക്കുള്ള വിലയിരുത്തൽ ഇന്ന് വന്നിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളാണ് സലിം മാലിക് നൽകിയത്. നടി റോഷ്ന ആൻഡ് റോയ് പരാതി ഉന്നയിച്ച KSRTC ബസ് ഓടിച്ചിരുന്നത് LH യദു തന്നെയെന്ന് സ്ഥിരീകരണം. മേയർ ആര്യ രാജേന്ദ്രൻ പരാതി നൽകിയതിന് പിന്നാലെയാണ് യദുവിൽ നിന്ന് സമാന അനുഭവം ഉണ്ടായെന്ന് റോഷ്ന വെളിപ്പെടുത്തിയത്. സംഭവ ദിവസത്തെ KSRTC ഷെഡ്യൂൾ വിവരങ്ങൾ 24-ന് ലഭിച്ചു. ആരോപണം യദു നിഷേധിച്ചു. ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുക ആരായാലും. റോഷ്നി എന്ന് പറയുന്ന വ്യക്തി 30-ാം തീയതി തൊട്ട് ഈ 3-ാം തീയതി വരെ എന്താണ് വരാത്തതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരാളെ ബുദ്ധിമുട്ടിക്കുന്നതിന് ഒരു കണക്കില്ല ചേട്ടെ. നിങ്ങളെ ഒരു പെണ്ണാണ്, ഞാൻ ഒരു ആണായതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. ഈ നാളെ ഒരു കാലത്ത് നിങ്ങൾ അനാവശ്യം പറഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേസ് കൊടുക്കില്ലേ? ഷെഡ്യൂൾ ഓടിയിട്ടുണ്ട്. ഞാൻ വഴിക്കടവാണ് ഷെഡ്യൂൾ ഓടിയത് 1 വർഷത്തോളം. നിങ്ങൾ മീഡിയാസ് ഏത് മീഡിയ എടുത്താലും ഞാൻ പറയുന്നുണ്ട് വഴിക്കടവ് ഞാൻ ഓടിയിട്ടുണ്ട്. നിലമ്പൂർ വഴിക്കടവ് ഓടി, കോഴിക്കോട് മിന്നൽ ഓടി, അത് കഴിഞ്ഞ് തൃശ്ശൂരാണ് ഇപ്പൊ ഒരു 3-4 മാസമായിട്ട് തൃശ്ശൂരാണ് ഓടുന്നത്. മെമ്മറി കാർഡ് പോയിട്ടുണ്ടെങ്കിൽ അത് കോടതി കേസ് കൊടുത്തിട്ടുണ്ട്. അത് മെമ്മറി കാർഡ് എന്തായാലും കോടതിയിൽ തെളിയിക്കണമല്ലോ. മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയും ബസ് തടഞ്ഞുവെന്ന പരാതിയിൽ അന്വേഷണം ആവശ്യപ്പെട്ട് KSRTC ഡ്രൈവർ LH യദു കോടതിയെ സമീപിച്ചു. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി 3-ലാണ് ഹർജി നൽകിയത്. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, ആദ്യം ഇന്നലെ നടി പറഞ്ഞ ആരോപണം, അതിൽ തുടക്കത്തിലൊക്കെ യദു അത് നിഷേധിക്കുന്നു. ആദ്യം പറയുന്നത് ഈ സംഭവം ഓർമ്മയില്ല എന്ന്, പിന്നീട് കുന്നംകുളം എന്ന പേര് പറഞ്ഞുകൊണ്ട് താൻ ആ റൂട്ടിൽ പോയിട്ടേ ഇല്ല എന്ന് പറയുന്നു. ഇപ്പോൾ ഇന്ന് ഈ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എന്താണ്? ഗതാഗത മന്ത്രിയുടെ ഓഫീസിൽ ഈ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടല്ലോ, പ്രാഥമിക റിപ്പോർട്ട്. അതിൽ കൃത്യമായി ഇയാൾ തന്നെയാണ് ഇത് ഓടിച്ചിട്ടുള്ളത് എന്നത്, അതിൽ സ്ഥിരീകരണ മൊഴിയും ഇയാൾ നൽകിയിട്ടുണ്ട് എന്നാണല്ലോ വിവരം. അനുജ, മേയറുമായുള്ള തർക്കത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസമാണ് ഈ നടിയായിട്ടുള്ള സിനിമാ താരമായിട്ടുള്ള റോഷ്ന ഇതുമായി ബന്ധപ്പെട്ട് യദുവിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്. ജൂൺ 19-ാം തീയതി വയനാട്ടിൽ നിന്ന് എറണാകുളത്തിലേക്കുള്ള യാത്രാ മധ്യേ കുന്നംകുളത്തിനടുത്ത് വെച്ചൊരു സ്ഥലത്ത് വെച്ച് വളരെ വേഗതയിൽ യദു ഓടിച്ചിരുന്ന KSRTC ബസ്, ആ ബസ് പലതവണ തന്റെ പിന്നിൽ വന്ന് ഹോൺ അടിച്ചു. ശേഷം മോശമായ പെരുമാറ്റമുണ്ടായി. അക്കാര്യത്തിൽ ഈ അവിടെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോട് വിവരങ്ങൾ അറിയിക്കുകയും തുടർന്ന് അത് അവിടെ വെച്ച് സെറ്റിലായി പോവുകയും ചെയ്തു എന്നുള്ളതായിരുന്നു റോഷ്നയുടെ ഇക്കാര്യത്തിൽ ആരോപണം. അതിൽ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അസഭ്യവർഷം അടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട യദുവിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ളതും ആരോപണമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നമ്മൾ അക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിൽ കൃത്യമായി തിരുവനന്തപുരം സെൻട്രൽ ഡിപ്പോയിലെ ഡിപ്പോ യൂണിറ്റ് വിവരത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജൂൺ 18-ന് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ആരംഭിച്ച വഴിക്കടവിലേക്കുള്ള KSRTC സർവീസ് അതിലെ ഡ്രൈവറായിരുന്നത് LH യദു തന്നെയാണെന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. മാത്രവുമല്ല മറ്റൊരു കാര്യം കൂടി ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജൂൺ 19-ാം തീയതി ഈ സർവീസ് തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരുന്നു. ആ സമയത്ത് കുന്നംകുളത്ത് വെച്ചൊരു പക്ഷേ ഈ സംഭവം ഉണ്ടായേക്കാം എന്നുള്ളത്, അല്ലെങ്കിൽ ആ സംഭവ ദിവസം, ഈ ആരോപിക്കുന്ന ദിവസം യദു തന്നെയായിരുന്നു ആ ബസ്സിലെ ഡ്രൈവർ എന്ന് തെളിയിക്കുന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആ ബസ്സിന്റെ നമ്പർ എന്ന് പറയുന്നത് RPE 492 എന്നുള്ള നമ്പറായിരുന്നു. ആ ബസ് യാത്ര ചെയ്തത്, നിങ്ങൾ അത് ഡ്രൈവ് ചെയ്തത്
യദു തന്നെയാണെന്നുള്ള കാര്യം ഉറപ്പിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രാഥമിക അന്വേഷണം KSRTC ആഭ്യന്തര വിജിലൻസ് നടത്തി ഇപ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് ഒരു റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. യദു തന്നെയാണ് ആ സർവീസിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം യദു തന്നെ മൊഴിയായി നൽകിയിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് KSRTC ആഭ്യന്തര വിജിലൻസ് ഇപ്പോൾ ഗതാഗത മന്ത്രിക്ക് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഇക്കാര്യത്തിൽ വളരെ വിശദമായ അന്വേഷണത്തിന് KSRTC ഒരുങ്ങുന്നുണ്ട്. ഉച്ചയ്ക്ക് ശേഷം കൂടെ ഉണ്ടായിരുന്ന സംഭവ സമയത്ത് കൂടെ ഉണ്ടായിരുന്ന കണ്ടക്ടറുടെ അടക്കം മൊഴി രേഖപ്പെടുത്താനുള്ള നടപടിയിലേക്ക് KSRTC ആഭ്യന്തര വിജിലൻസ് കടന്നിട്ടുണ്ട്. അതിനിടയിലാണ് ഈ മേയറും അതേപോലെ തന്നെ സച്ചിൻ ദേവ് MLAയും തന്റെ വാഹനം തടഞ്ഞു, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി നടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ യദു ഇപ്പോൾ ഒരു ഹർജി നൽകിയിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കോടതി മേൽനോട്ടത്തിലോ കോടതി നിർദ്ദേശപ്രകാരമോ അന്വേഷണം വേണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ യദു നൽകിയിരിക്കുന്ന ഹർജി. ആ ഹർജി ഈ വരുന്ന 6-ാം തീയതി പരിഗണിക്കും. ഏതായാലും ഇക്കാര്യത്തിൽ പലതരത്തിലുള്ള അന്വേഷണങ്ങളും അതേപോലെ തന്നെ അക്കാര്യത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളും തുടരുകയാണ്. അനുജ, ഇതിലൊരു കാര്യം കൂടി, കാണാതെ പോയ പെൻഡ്രൈവ്, അതിൻ്റെ വിവരങ്ങൾ എങ്ങനെയാണ്? മെമ്മറി കാർഡ്, അതിൻ്റെ വിവരങ്ങൾ ഏത് തരത്തിലേക്കാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്? അതിൻ്റെ അന്വേഷണം എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് ഷെഫി നമുക്കറിയാൻ കഴിയുന്നത്. അനുജ, ഇക്കാര്യത്തിൽ KSRTC ബസ്സിലെ മെമ്മറി കാർഡ് കാണാതായതിൽ വലിയ തരത്തിലുള്ള ദുരൂഹതയുണ്ട്. അത് കണ്ടെത്താൻ വീണ്ടും ഒരു പരിശോധന നടത്താനാണ് നിലവിൽ ഇപ്പോൾ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ KSRTC ആഭ്യന്തര വിജിലൻസ് ഉൾപ്പെടെയുള്ള ആളുകൾ മറുപടി പറയേണ്ടി വരും. കാരണം ആ സംഭവ സമയത്തേക്ക് അവിടേക്ക് എത്തിയതിൽ KSRTC വിജിലൻസ് ഉണ്ട്. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ ഗതാഗത വകുപ്പിനെ അടക്കം ആകെ പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഏതായാലും കോടതിയിൽ ഈ ഹർജി പോയൊരു സാഹചര്യത്തിൽ ഈ കേസിലെ അല്ലെങ്കിൽ ഈ സംഭവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന മെമ്മറി കാർഡാണ്. ആ മെമ്മറി കാർഡ് എങ്ങനെ നഷ്ടമായി, അതിലെ ദുരൂഹത അടക്കമുള്ള കാര്യങ്ങൾ സ്വാഭാവികമായും കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം വരും. ആ അന്വേഷണത്തിൽ അത് കൃത്യമായി KSRTC മറുപടി നൽകേണ്ടിയും വരും. അനുജ, നടി റോഷ്ന ആൻഡ് റോയ് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ആ ബസ് ഓടിച്ചത് യദു തന്നെയാണ് എന്ന സ്ഥിരീകരണം വന്നിരിക്കുന്നത്. പ്രാഥമിക റിപ്പോർട്ട് ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിൽ ഇയാൾ സ്ഥിരീകരണ മൊഴിയും നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത, വ്യാജ പോക്സോ കേസിൽ ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ക്രൈംബ്രാഞ്ച് ACP V സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കോഴിക്കോട് പ്രത്യേക പോക്സോ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പോക്സോ കേസിൽ ഇരയെന്ന വ്യാജേന ഏഷ്യാനെറ്റിലെ ജീവനക്കാരിയുടെ മകളെ ഉപയോഗിച്ച് വീഡിയോ നിർമ്മിച്ചുവെന്നാണ് കേസ്. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ, റെസിഡന്റ് എഡിറ്റർ K ഷാജഹാൻ ഉൾപ്പെടെയുള്ളവരാണ് കേസിലെ പ്രതികൾ. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി. അഭിജിത്ത്, ഈ വാർത്തയുടെ വിശദാംശങ്ങൾ. അനുജ, പോക്സോ കേസിൽ ഇരയുന്ന വ്യാജേന ഏഷ്യാനെറ്റിലെ ജീവനക്കാരുടെ മകളെ ഉപയോഗിച്ച് വ്യാജ വീഡിയോ നിർമ്മിച്ചു എന്നുള്ളതായിരുന്നു ഈ കേസിന് ആധാരം. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 6 പേരെ പ്രതി ചേർത്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഏഷ്യാനെറ്റ് ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ സിന്ധു സൂര്യകുമാർ, റെസിഡന്റ് എഡിറ്റർ K ഷാജഹാൻ, റിപ്പോർട്ടർ നൌഫൽ ബിൻ യൂസഫ്, ഏഷ്യാനെറ്റ് ജീവനക്കാരിയായ മാതാവ്, വീഡിയോ എഡിറ്റർ വിനീത് ജോസ്, ക്യാമറാമാൻ വിപിൻ മുരളീധരൻ എന്നിവരാണ് ഈ പ്രതിപട്ടികയിലുള്ളത്. ക്രൈംബ്രാഞ്ച് ACP V സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കുറ്റപത്രം ഇപ്പോൾ കോഴിക്കോട് പ്രത്യേക പോക്സോ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ തെളിവുകളും അന്വേഷണ സംഘം ശേഖരിച്ചിരുന്നു. ഹാർഡ് കോപ്പി ഉൾപ്പെടെയുള്ളവ ശേഖരിച്ച് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്, ശാസ്ത്രീയമായ പരിശോധനകളുടെ അടിസ്ഥാനത്തിലാണ് നിലവിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കോഴിക്കോട് ഏഷ്യാനെറ്റിന്റെ കോഴിക്കോട് ബ്യൂറോയിൽ നിന്നാണ് ഈ വ്യാജ വീഡിയോ ചിത്രീകരിച്ചത് എന്നുള്ള കാര്യവും, ഒപ്പം ജീവനക്കാരിയുടെ മകളെ, ഏഷ്യാനെറ്റ് ന്യൂസിലെ ജീവനക്കാരി മകളെ ഈ വീഡിയോ ദൃശ്യം ചിത്രീകരിക്കുന്നതിനായി ഉപയോഗപ്പെടുത്തി എന്നുള്ള കണ്ടെത്തലും ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്നുണ്ട്. കൂടാതെ കോഴിക്കോട്ട് ഫോറൻസിക് ലാബിൽ നടത്തിയ ഫോറൻസിക് പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. കൂടാതെ ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ റിപ്പോർട്ടർ നൌഫൽ ബിൻ യൂസഫ്, റെസിഡന്റ് എഡിറ്റർ K ഷാജഹാൻ തുടങ്ങിയവർ ഈ ചിത്രീകരണം നടക്കുമ്പോൾ ഈ ഏഷ്യാനെറ്റിന്റെ കോഴിക്കോട് ബ്യൂറോയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ഫോൺ രേഖകളൊക്കെ പരിശോധിച്ചതിന് ശേഷം അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുമുണ്ട്. ഏതായാലും ഏഷ്യാനെറ്റ് ന്യൂസിലെ ജീവനക്കാരായ 70ഓളം പേരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. അടുത്തത് ഇനി വിചാരണ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. നേരത്തെ തന്നെ ഈ കേസിലെ പ്രതികൾ, ഈ 6 പേരും മുൻകൂർ ജാമ്യാപേക്ഷ വാങ്ങിയിരുന്നു. അതിനാൽ ഈ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കില്ല എന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അനുജ, വ്യാജ പോക്സോ കേസിലാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചത്. ക്രൈംബ്രാഞ്ച് ACP V സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം കോഴിക്കോട് പ്രത്യേക പോക്സോ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. എക്സിക്യൂട്ടീവ് എഡിറ്റർ ഉൾപ്പെടെയുള്ള ജീവനക്കാരാണ് കേസിലെ പ്രതികൾ.
താനൂർ താമിർ ജിഫ്രി കസ്റ്റഡി മരണക്കേസിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ CBI അറസ്റ്റ് ചെയ്തു. 1 മുതൽ 4 വരെ പ്രതികളായ സിവിൽ പോലീസ് ഓഫീസേഴ്സിനെയാണ് ഇന്ന് പുലർച്ചെ CBI സംഘം വീട്ടിലെത്തി അറസ്റ്റ് ചെയ്തത്. കേസിൽ 24ന്റെ ഇടപെടലിനെ അഭിനന്ദിച്ച് താമിർ ജിഫ്രിയുടെ കുടുംബം രംഗത്തെത്തി. താമിർ ജിഫ്രിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും താമിറിനൊപ്പം പോലീസ് കസ്റ്റഡിയിലെടുക്കപ്പെട്ടയാളുടെ പ്രതികരണവും 24 ആണ് പുറത്തുവിട്ടത്. ഇപ്പോൾ നിങ്ങളുടെ ന്യൂസ് ചാനലിലേക്ക് വന്ന റിപ്പോർട്ടിൽ ഇപ്പോൾ പല റിപ്പോർട്ടുകളായാലും പെട്ടെന്ന് കാര്യങ്ങൾ പുറലോകം അറിയാനും നാട്ടുകാർക്ക് അറിയാനും ഒക്കെ സാധിച്ചുകൊണ്ട് ഇത് വളരെയധികം പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തി. അല്ലാതെ ഇതൊരു പോലീസും കള്ളനും തമ്മിലൊരു കേസായിട്ട് മാത്രം മാറേണ്ട ഒരു കാര്യങ്ങളായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമ്മളറിയില്ല. അവരൊരു കഥകൾ മാത്രമേ നമ്മളറിയുള്ളൂ. പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്ക് നിങ്ങളെ ഇടപെടലായാലും CCTV ആയാലും പുറത്ത് 12 പേരിൽ ഒരാളെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തിട്ടും അവരെ വീഡിയോ കാണിച്ചും അങ്ങനെയൊക്കെ പുറത്ത് ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചത് കൊണ്ടാണ് ഇത് കൂടുതൽ പെട്ടെന്ന് ഇതിൻ്റെ കാര്യങ്ങൾ കൂടുതൽ വൈകാതെ തന്നെ ഇപ്പോഴെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. അപ്പോൾ അതിന് നിങ്ങളൊക്കെ കാര്യത്തിൽ സ്വാഗതം ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി. സമീർ, ഈ കേസിന്റെ തുടക്കം മുതൽ തന്നെ പല ഘട്ടങ്ങളിലും നിർണായക ഘട്ടങ്ങളിൽ 24 ഇടപെട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? ബാക്കി നടപടിക്രമങ്ങൾ എങ്ങനെയാകും? അനുജ, ഈ താനൂർ കസ്റ്റഡി മരണ കേസുമായി ബന്ധപ്പെട്ട് CBIയുടെ ആദ്യ അറസ്റ്റാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. നിലവിലെ ഡാൻസ് ഓഫ് ടീം അംഗങ്ങളായിട്ടുള്ള കേസിലെ 1 മുതൽ 4 വരെ പ്രതികളായിട്ടുള്ള പോലീസുകാരാണ് നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ 1-ാം പ്രതി താനൂർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO ജിനേഷ്, 2-ാം പ്രതി പരപ്പനങ്ങാടി സ്റ്റേഷനിലെ CPO ആൽബിൻ അഗസ്റ്റിൻ, 3-ാം പ്രതി കൽപ്പകഞ്ചേരി സ്റ്റേഷനിലെ CPO അഭിമന്യു, 4-ാം പ്രതി തിരുവരങ്ങാടി സ്റ്റേഷനിലെ CPO വിപിൻ എന്നീ 4 പേരാണ് നിലവിൽ ഇന്ന് അറസ്റ്റിലായിരിക്കുന്നത്. ഇന്ന് പുലർച്ചയോട് കൂടി തന്നെ CBI സംഘം അതീവ രഹസ്യമായി ഇവരെല്ലാവരും തന്നെ വീട്ടിലെത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് ഇവരെ നിലവിൽ അല്പസമയത്തിനകം തന്നെ എറണാകുളം CJM കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് നമുക്ക് CBI വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ കേസിലെ തുടക്കം മുതൽ തന്നെ ഏറെ പ്രധാനപ്പെട്ട തെളിവുകളെല്ലാം തന്നെ വിരൽ ചൂണ്ടിയത് പോലീസിലേക്കായിരുന്നു. പക്ഷേ പോലീസ് പ്രതികളാകുന്ന കേസായതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള ഇടപെടലുകൾ ഈ കേസിൽ ഉണ്ടാവുകയും പോലീസിന്റെ അറസ്റ്റ് നീളുന്ന ഒരു ഘട്ടമുണ്ടായി. ആദ്യം കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നു, പിന്നീട് ഈ കുടുംബത്തിന്റെ ആവശ്യപ്രകാരം കേസ് CBIക്ക് കൊടുക്കുകയും അങ്ങനെയാണ് CBI ഈ കേസ് ഏറ്റെടുത്ത് നിലവിൽ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിലേറെ പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1-ാം തീയതിയാണ് താനൂർ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ഈ താമിർ ജിഫ്രി കുടഞ്ഞു വീണ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പോലീസ് പറഞ്ഞത് ലഹരിയുടെ അമിതമായ ഉപയോഗം കാരണമാണ് താമിർ ജിഫ്രി മരിച്ചതെന്നുള്ളതായിരുന്നു. പിന്നീടാണ് ഈ താമിർ ജിഫ്രിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് 24 പുറത്തുവിട്ടത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് താമിർ ജിഫ്രിയുടെ ശരീരത്തിൽ 19 മുറിവുകളുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരം പുറത്തുവരികയും ഈ പോലീസ് മർദ്ദനം മരണത്തിന് കാരണമായി എന്ന വിവരവും പുറത്തുവരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ തന്നെ താമിർ ജിഫ്രിക്കൊപ്പം ഈ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് വിട്ടേക്കുകയും ചെയ്ത ഈ താമിറിനെ മർദ്ദിക്കുന്ന നേരിട്ട് കണ്ട ഇയാളുടെ വെളിപ്പെടുത്തൽ 24 പുറത്തുവിട്ടു. ഇതിനൊക്കെ തന്നെ പിന്നാലെ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും പോലീസിനെതിരെ വലിയ രോഷം ഉണ്ടാവുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് CBI കേസ് ഏറ്റെടുക്കുകയും CBI അന്വേഷണം നടത്തുകയും നിലവിൽ ഈ പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. താമിർ ജിഫ്രി കസ്റ്റഡി മരണക്കേസിലാണ് പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ CBI അറസ്റ്റ് ചെയ്തത്. 1 മുതൽ 4 വരെ പ്രതികളായ സിവിൽ പോലീസ് ഓഫീസേഴ്സിനെ ഇന്ന് പുലർച്ചെ CBI സംഘം വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. 24 ഈ കേസിന്റെ പല വെളിപ്പെടുത്തലും പുറത്തു കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. തിരികെ ലൈവ് ന്യൂസിലേക്ക്. കോട്ടയം പാലായിൽ സ്വകാര്യ ബസ് തലയിലൂടെ കയറിയിറങ്ങി ഒരാൾ മരിച്ചു. പാലാ കൂത്താട്ടുകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സെയിന്റ് റോക്കീസ് ബസ്സാണ് അപകടമുണ്ടാക്കിയത്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ആ വാർത്തയുടെ വിശദാംശത്തിലേക്ക് നമ്മൾ എത്തും. അടുത്ത വാർത്തയിലേക്ക്. രാമങ്കരി പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച 3 പാർട്ടി അംഗങ്ങളോട് വിശദീകരണം തേടുമെന്ന് CPIM. മറുപടി ലഭിച്ച ശേഷം തുടർ നടപടിയെന്ന് CPIM കുട്ടനാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി G ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. പാർട്ടി അറിഞ്ഞുകൊണ്ടല്ല അവിശ്വാസ പ്രമേയം കൊടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ 3 മെമ്പർമാർ അതിനകത്ത് ഒപ്പിട്ടിരിക്കുന്നത് പാർട്ടിയായിട്ട് ആലോചിച്ചിട്ടല്ല. അത് തെറ്റാണ്. ഇപ്പോൾ ഇന്നിവിടെ ചർച്ച ചെയ്ത് ആ 3 പേർക്കും വിശദീകരണ കത്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ കത്ത് തന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് പാർട്ടിയുടെ ഉപരി കമ്മിറ്റിയായിട്ട് ആലോചിച്ച് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ഇന്ന് അറസ്റ്റിലായ താമിർ ജിഫ്രി കസ്റ്റഡി മരണക്കേസിലെ പ്രതികളായ പോലീസ് ഓഫീസേഴ്സിനെ കൊണ്ടുപോവുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സിവിൽ പോലീസ് ഓഫീസേഴ്സാണ് ഇന്ന് അറസ്റ്റിലായത്. CBI സംഘം പുലർച്ചെയാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്.
മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം വീണ്ടും റെക്കോർഡ് ഭേദിച്ചു. 115.9 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ ഉപയോഗിച്ചത്. മേഖലാടിസ്ഥാനത്തിൽ വൈദ്യുതി നിയന്ത്രണം തുടങ്ങിയെങ്കിലും ലോഡ് ഷെഡിംഗ് വേണം എന്ന ആവശ്യത്തിൽ ഉറച്ചു തന്നെയാണ് KECB. 2 ദിവസത്തെ ഉപയോഗം വിലയിരുത്തിയ ശേഷം സർക്കാരിന് വീണ്ടും ശുപാർശ നൽകാനാണ് തീരുമാനം. അതേസമയം പ്രാദേശിക നിയന്ത്രണം ഗുണം ചെയ്തുവെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി അവകാശപ്പെട്ടു. ഞങ്ങൾ ഇന്നലെ യോഗം കൂടിയിട്ട് ഒരു നിർദ്ദേശം കൊടുത്തത് രാത്രി 10 മണി മുതൽ 2 മണി വരെ ഉള്ള വ്യവസായങ്ങളുടെ ഒരു ക്രമീകരണം നടത്തണം എന്നാണ്. അതേപോലെ ഇപ്പോൾ AC വയ്ക്കുന്നു. AC വയ്ക്കുമ്പോൾ 22-ലോ 23-ലോ വയ്ക്കുന്നതിന് പകരം 26-ലോ വെച്ചാൽ നമുക്ക് അത്രയും ലാഭം കിട്ടും. അപ്പോൾ സ്വയം ഒരു നിയന്ത്രണം വരുത്തിയാൽ നമുക്ക് ഒരു കുഴപ്പമില്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതാണ് ചുരുക്കത്തിൽ. 1000 മെഗാവാട്ടേ നമ്മുടെ കയ്യിലുള്ളൂ. ബാക്കിയെല്ലാം പുറത്തുനിന്ന് വരികയാണല്ലോ. 20% നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം പുറത്തുനിന്ന് വാങ്ങുകയല്ലേ. അതിലും അവരും ഇപ്പോൾ ടൈറ്റ് വരാൻ തുടങ്ങി. ഇപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ പീക്ക് അവറിലൊക്കെ നമ്മൾ 8 രൂപ തൊട്ട് 20 രൂപ വരെയാണ് മേടിക്കുന്നത്. നമ്മളെന്താ തകരാറിച്ച് നമ്മൾ ഉൽപ്പാദന മേഖലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കാത്ത കുറേ കാലമായി ശ്രദ്ധിക്കുന്നില്ല. അപ്പം മേടിച്ചിങ്ങനെ പോവുക എന്നുള്ളതാണ്. മെയ് മാസത്തിലും വൈദ്യുതി സർചാർജ് തുടരാനുള്ള തീരുമാനം ഉപഭോക്താക്കൾക്ക് ഇരുട്ടടിയായി. യൂണിറ്റിന് 19 പൈസയാണ് ഈടാക്കുക. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, ഈ പ്രാദേശികാടിസ്ഥാനത്തിലുള്ള നിയന്ത്രണം അത് ഇന്നലെ മുതൽ നിലവിൽ വന്നിട്ടുണ്ട്. പലയിടങ്ങളിലും ആ നിയന്ത്രണം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഫലം കാണുകയും ചെയ്യുന്നുണ്ട് എന്നാണോ മന്ത്രി പറയുന്നത്? എങ്കിൽ പോലും KECB ഈ വാർത്തയുടെ വിശദാംശത്തിലേക്ക് എത്താം. നേരത്തെ സൂചിപ്പിച്ച വാർത്തയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. താമർ ജിഫ്രി കസ്റ്റഡി മരണക്കേസിൽ CBI അറസ്റ്റ് ചെയ്ത സിവിൽ പോലീസ് ഓഫീസേഴ്സിനെ ഇപ്പോൾ കൊണ്ടുപോകുന്നു. അതിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. വിനീത വിജയുണ്ട്. വിനീത, എങ്ങോട്ടേക്കാണ് അവരെ കൊണ്ടുപോയത്? വിവരങ്ങൾ എന്താണ്? അനുജ, താനൂർ കസ്റ്റഡി കൊലപാതക കേസിലെ പ്രതികളെ ഇപ്പോൾ കോടതിയിലേക്ക് ഹാജരാക്കിയിരിക്കുകയാണ്. പ്രതികളായ 4 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ CBI സംഘം കോടതിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. താനൂർ താമിർ ജിഫ്രിയുടെ കസ്റ്റഡി കൊലപാതകത്തിൽ പ്രതികളായ പോലീസ് ഉദ്യോഗസ്ഥരെ ഇന്ന് CBI സംഘം അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 1-ാം പ്രതി സീനിയർ CPO ജിനേഷ്, 2-ാം പ്രതി CPO ആൽബിൻ അഗസ്റ്റിൻ, 3-ാം പ്രതി CPO അഭിമന്യു, 4-ാം പ്രതി CPO വിപിൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഇന്ന് പുലർച്ചെയാണ് ഈ പ്രതികളെ അവരുടെ വീട്ടിലെത്തി അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത്. ഇതിന് പിന്നാലെ ഇപ്പോൾ കൊച്ചിയിലെ CJM കോടതിയിലാണ് ഈ പ്രതികളെ എത്തിച്ചിരിക്കുന്നത്. 2021 ഓഗസ്റ്റിനാണ് മയക്കുമരുന്ന് കേസിൽ താനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്ത തിരൂരങ്ങാടി സ്വദേശി താമിർ ജഫ്രി പോലീസ് സ്റ്റേഷനിൽ മരിച്ചത്. ഇതിനെ തുടർന്ന് പിന്നീട് CBI അന്വേഷണം ഏറ്റെടുക്കുകയും ആ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ 4 പോലീസ് ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് ഇന്ന് രാവിലെ ഉണ്ടായത്. ഈ കസ്റ്റഡിയിലെടുത്ത താമിർ പുലർച്ചെയോടെ തളർന്നു വീഴുകയായിരുന്നു. ഒപ്പം തന്നെ ശ്വാസകോശത്തിലുണ്ടായ അമിത രക്തസ്രാവവും ശരീരത്തിലുണ്ടായ മുറിവുകളുമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇത് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് പിന്നീട് ഈ കേസ് CBI ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ ഈ 4 പോലീസ് ഉദ്യോഗസ്ഥരെ ഇന്ന് രാവിലെയോടുകൂടിയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. അവരുടെ വീട്ടിൽ നിന്നായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തുടർന്ന് 4 പേരെയും ഇപ്പോൾ കൊച്ചിയിലെ ഈ CJM കോടതിയിലേക്ക് ഹാജരാക്കിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ കോടതി നടപടികൾ ആരംഭിക്കും. അനുജ, ഇന്ന് രാവിലെ CBI സംഘം അറസ്റ്റ് ചെയ്ത താനൂർ ജിഫ്രി കസ്റ്റഡി മരണക്കേസിലെ പ്രതികളായ 4 സിവിൽ പോലീസ് ഓഫീസേഴ്സിനെ CJM കോടതിയിൽ, എറണാകുളത്തെ CJM കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ കോടതി നടപടിക്രമങ്ങൾ ഉണ്ടാകും എന്ന വിവരമാണ് വിനീത VG നൽകിയത്. ഇന്ന് പുലർച്ചെയാണ് CBI സംഘം ഇവരെ അറസ്റ്റ് ചെയ്തത്. താനൂർ ജഫ്രിയുടെ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു കൊണ്ടുവന്നത്. അതിനിടെ പല നിർണായക വിവരങ്ങളും പുറത്തുവിട്ടത് 24 ആണ്. ഇപ്പോൾ ഈ പ്രതികളെ 4 പ്രതികൾ സിവിൽ പോലീസ് ഓഫീസേഴ്സാണ്. 4 പേരെയും കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം ഉണ്ടാകും. വിനീത, ഇന്നിപ്പോൾ കോടതിയിൽ നടക്കാനിരിക്കുന്നത് എന്താണ്? താനൂർ ജിഫ്രി കസ്റ്റഡി കൊലപാതക കേസിലെ പ്രതികളായ 4 സിവിൽ പോലീസ് ഓഫീസേഴ്സിനെ എറണാകുളം CJM കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. കോടതി നടപടിക്രമങ്ങൾ അല്പസമയത്തിനകം ആരംഭിക്കും. വിനീത വിജയാണ് വിവരങ്ങൾ നൽകിയത്. ആ വാർത്തയുടെ അടുത്ത വിശദാംശത്തിലേക്ക് തത്സമയം തന്നെ നമ്മൾ എത്തിച്ചേരും. ഇപ്പോൾ നേരത്തെ നമ്മൾ വായിച്ച വാർത്തയുടെ വിശദാംശത്തിലേക്ക്. വൈദ്യുതി സർചാർജുമായി ബന്ധപ്പെട്ടത്, ഒപ്പം തന്നെ നിയന്ത്രണം പ്രാദേശിക തലത്തിൽ നടത്തുന്നുണ്ടെങ്കിൽ പോലും KECB പറയുന്നത് ഒരു ലോഡ് ഷെഡിങ്ങിന്റെ ആവശ്യകതയുണ്ട് എന്ന തരത്തിലേക്ക് തന്നെയാണ്. ഷഫീദുണ്ട്. ഷഫീദ്, പ്രാദേശിക നിയന്ത്രണം ആരംഭിച്ചിട്ടുണ്ട്, അതിന്റെ ഗുണം കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ലോഡ് ഷെഡിംഗ് പോലെയുള്ള കടുത്ത നടപടികളിലേക്ക് സംസ്ഥാന വ്യാപകമായി പോകേണ്ടി വരും എന്ന് തന്നെയാണോ KECB വ്യക്തമാക്കുന്നത്? അനുജ, സംസ്ഥാനത്ത് ഈ കടുത്ത ചൂട് കാരണം വൈദ്യുതി ഉപയോഗം കൂടിയപ്പോഴാണ് പ്രാദേശിക നിയന്ത്രണത്തിലേക്ക് കടക്കാൻ തീരുമാനിക്കുകയും ഇന്നലെ അത് നടപ്പാക്കി തുടങ്ങുകയും KECB ചെയ്തത്. എന്നാൽ അതിനുശേഷവും സംസ്ഥാനത്ത്
വൈദ്യുതി ഉപയോഗത്തിൽ ഒരു കുറവുമില്ല എന്നുള്ളതാണ് KSEB ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സർവകാല റെക്കോർഡിലേക്ക് വൈദ്യുതി ഉപയോഗം എത്തുകയും ചെയ്തിട്ടുണ്ട്. 115.9 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് ഇന്നലെ ഉപയോഗിച്ചത്. പീക്ക് സമയത്തെ വൈദ്യുതി ആവശ്യകതയിൽ നേരിയ കുറവുണ്ടായി എന്നുള്ളത് മാത്രമാണ് ഏക ആശ്വാസം. 5635 മെഗാവാട്ടായിരുന്നു പീക്ക് സമയത്തെ ആവശ്യകത. പുറത്തു നിന്നും എത്തിച്ച വൈദ്യുതിയിലും വർധനമുണ്ടായി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 93 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതിയാണ് പുറത്തു നിന്ന് എത്തിച്ചത്. വർദ്ധിച്ച ഉപയോഗം നിയന്ത്രിക്കാൻ ലോഡ് ഷെഡിംഗ് അല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ളതാണ് KSEBയുടെ ഇപ്പോഴത്തെ വിലയിരുത്തൽ. പലതവണ പറഞ്ഞിട്ടും ജനങ്ങൾ അനുകൂലമായി പ്രതികരിക്കുന്നില്ല. 2 ദിവസത്തെ ഉപയോഗം കൂടി നോക്കി വീണ്ടും ലോഡ് ഷെഡിങ്ങിന് ശുപാർശ ചെയ്യാനാണ് നിലവിൽ ഇപ്പോൾ KSEB തീരുമാനിച്ചിട്ടുള്ളത്. ഉപയോഗം കൂടിയത് കാരണം ലൈനുകൾ ഡ്രിപ്പാകുന്ന സ്ഥലങ്ങളിലാണ് 10 മിനിറ്റോളം KSEB പ്രാദേശിക നിയന്ത്രണം ഇന്നലെ ഏർപ്പെടുത്തിയത്. കൃത്യമായി പറഞ്ഞാൽ പാലക്കാട്, മലപ്പുറം ജില്ലകളിലായിരുന്നു അത് ഇന്നലെ മുതൽ നടപ്പാക്കി തുടങ്ങിയത്. പക്ഷേ മറ്റു ചില കടുംകൈകളിലേക്ക് കടക്കണം എന്നുള്ളതും KSEB ഇപ്പോൾ ഒരു അഭിപ്രായമായി സർക്കാരിനെ ഉടൻ തന്നെ അറിയിക്കുകയും ചെയ്യും. ഇതിനിടെ മെയ് മാസവും 19 പൈസയുടെ സർചാർജ് തുടരാൻ KSEB തീരുമാനിച്ചിട്ടുണ്ട്. മാർച്ച് മാസത്തെ ഇന്ധന സർചാർജായാണ് തുക ഈടാക്കുക. ഇതിൽ 10 പൈസ KSEBയുടെ സർചാർജും 9 പൈസ റെഗുലേറ്ററി കമ്മീഷന്റെ സർചാർജുമാണ്. അനുജ, ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് ചൂട് കുറയുകയാണ്. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലെ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പിൻവലിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരദേശ മേഖലയിൽ പ്രഖ്യാപിച്ച റെഡ് അലേർട്ട് ഓറഞ്ച് അലേർട്ടാക്കി ലഘൂകരിച്ചു. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, നിലവിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഏതെങ്കിലും ജില്ലയിലുണ്ടോ? പാലക്കാടൊക്കെയാണല്ലോ കഴിഞ്ഞ ദിവസം ഉഷ്ണതരംഗം പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ആ തരത്തിലേക്ക് മുന്നറിയിപ്പ് എങ്ങുമില്ല എന്നതാണോ നിലവിലെ സാഹചര്യം? അനുജ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിൽ നേരത്തെ ഏർപ്പെടുത്തിയിരുന്ന ഉഷ്ണതരംഗ മുന്നറിയിപ്പാണ് നിലവിൽ പിൻവലിച്ചിരിക്കുന്നത്. പക്ഷേ ഉയർന്ന താപനില എല്ലാ ജില്ലകളിലും തുടരുമെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. കൊടും ചൂടിന് വരും ദിവസങ്ങളിൽ ചെറിയൊരു ശമനം ഉണ്ടാകുമെന്നതാണ് പ്രധാനമായും നമുക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മെയ് 8 തന്നെ വേനൽമഴ കൂടുതൽ ശക്തമാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ ചൂടിന് നേരിയ ശമനമുണ്ടാകും. അതേസമയം 10 ജില്ലകളിൽ നിലവിൽ താപനില മുന്നറിയിപ്പുണ്ട്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പാലക്കാട് ജില്ലയിൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. കോഴിക്കോട്, തൃശൂർ, കൊല്ലം ജില്ലകളിൽ 38 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാനുള്ള ഒരു സാധ്യതയും കാലാവസ്ഥാ കേന്ദ്രം നിലവിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നേരിയൊരു കുറവ് മാത്രമായിരിക്കും ഈ താപനിലയിൽ ഉണ്ടാകുന്നത്. തിങ്കളാഴ്ച വരെയാണ് ഈ താപനില മുന്നറിയിപ്പ് സംസ്ഥാനത്ത് നിലവിൽ പ്രഖ്യാപിച്ചിട്ടുമുള്ളത്. മറ്റൊന്ന്, ഈ കള്ളക്കടൽ പ്രതിഭാസവുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. നേരത്തെ ഈ ഉയർന്ന തിരമാലകൾക്കും കടലേറ്റത്തിനും സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഈ റെഡ് അലർട്ട് നിലവിൽ പിൻവലിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലർട്ടാണ് സംസ്ഥാനത്തെ തീരങ്ങളിലുള്ളത്. 1.5 മീറ്റർ വരെ വലിയ തിരമാലകൾക്ക് സാധ്യതയുണ്ട് എന്നതാണ് ഈ മുന്നറിയിപ്പിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ നാളെ രാത്രി 11:30 വരെ തീരദേശത്തുള്ളവർ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് ഈ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളും ഈ തീരമേഖലകളിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികളും അടക്കം പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നും ഈ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. അനുജ, സംസ്ഥാനത്ത് ചൂട് കുറയുന്നു എന്ന ആശ്വാസകരമായ വാർത്ത. ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പിൻവലിച്ചിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് തീരദേശ മേഖലയിൽ പ്രഖ്യാപിച്ച റെഡ് അലേർട്ട് ഓറഞ്ച് അലേർട്ടാക്കി ലഘൂകരിക്കുകയും ചെയ്തു. പക്ഷേ ജാഗ്രത തുടരണം എന്നുള്ളതാണ് പറയുന്നത്. തിരികെ ലൈവ് ന്യൂസിലേക്ക്. കോട്ടയം പാലായിൽ ബസ് തലയിലൂടെ കയറിയിറങ്ങി ഒരാൾ മരിച്ചു. പാലാ കൂത്താട്ടുകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സെയിന്റ് റോക്കീസ് ബസ്സാണ് അപകടമുണ്ടാക്കിയത്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. അശ്വിൻ, ദാരുണ സംഭവമാണ്. ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെ? അനുജ, പാലാ കൊട്ടാരമറ്റം സ്റ്റാൻഡിന് ശേഷമുള്ള പഴയ ബസ് സ്റ്റാൻഡിലാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഈ ബസ് പഴയ ബസ് സ്റ്റാൻഡിൽ തിരികെ പോകാൻ നേരം ഈ ബസ്സിലേക്ക് കയറാനുള്ള ശ്രമത്തിനിടെ കല്ലിൽ കാൽ വഴുതി കാൽ തട്ടി ഈ ആൾ താഴേക്ക് വീഴുകയും ഈ ബസ് അമിത വേഗതയിലെത്തി ബസിന്റെ പിൻചക്രം ഇയാളുടെ തലയിലൂടെ കയറി ഇറങ്ങുകയുമാണ് ചെയ്തത്. ആൾ തൽക്ഷണം തന്നെ മരിക്കുകയും ചെയ്തു. ആരാണ് മരിച്ചതെന്ന് ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല. ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചറിയൽ കാർഡുകളോ രേഖകളോ ഒന്നും കൈവശം ഉണ്ടായിരുന്നില്ല. തല കഴുത്തിന് മുകളിലേക്ക് പൂർണ്ണമായും ബസ്സിനടിയിൽ കയറി നഷ്ടപ്പെട്ട നിലയിലായിരുന്നു. ഈ അപകടം നടന്നതിന് പിന്നാലെ തന്നെ ബസ്സിലെ ജീവനക്കാർ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. കൂത്താട്ടുകുളം പാലാ റൂട്ടിൽ സർവീസ് നടത്തുന്ന സെന്റ് റോക്കീസ് ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. ഈ മൃതദേഹം പാലാ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റ് CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് ബസ്സുകാരുടെ ഭാഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. അനിൽ, കോട്ടയം പാലായിലാണ് ബസ് തലയിലൂടെ കയറിയിറങ്ങി ഒരാൾക്ക് ദാരുണാന്ത്യമുണ്ടായത്. പാലാ കൂത്താട്ടുകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന സെയിന്റ് റോക്കീസ് ബസ്സാണ് അപകടമുണ്ടാക്കിയത്. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ബസ്സിലുണ്ടായിരുന്ന ആളുകൾ, ജീവനക്കാർ
ഓടി രക്ഷപ്പെട്ടു എന്ന വിവരമാണ് അശ്വിൻ പാലാഴി നൽകിയത്. കുട്ടനാട്ടിലെ രാമങ്കരി പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച 3 പാർട്ടി അംഗങ്ങളോട് വിശദീകരണം തേടുമെന്ന് CPIM. മറുപടി ലഭിച്ച ശേഷം തുടർ നടപടിയെന്ന് CPIM കുട്ടനാട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി G. ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. പാർട്ടി അറിഞ്ഞുകൊണ്ടല്ല അവിശ്വാസ പ്രമേയം കൊടുത്തിരിക്കുന്നത്. ഞങ്ങളുടെ 3 മെമ്പർമാർ അതിനകത്ത് ഒപ്പിട്ടിരിക്കുന്നത് പാർട്ടിയായിട്ട് ആലോചിച്ചിട്ടല്ല. അത് തെറ്റാണ്. ഇപ്പോൾ ഇന്നിവിടെ ചർച്ച ചെയ്ത് ആ 3 പേർക്കും വിശദീകരണ കത്ത് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരുടെ കത്ത് തന്നതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് പാർട്ടിയുടെ ഉപരി കമ്മിറ്റിയായിട്ട് ആലോചിച്ച് ചെയ്യുന്നതായിരിക്കും. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ഇതിൽ പാർട്ടിയിലെ വിഭാഗീയത തന്നെയാണ് കാരണമെന്നാണോ വ്യക്തമാകുന്നത്? അനുജ, LDF ഭരിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത്, അവിടെ സാങ്കേതികമായി CPIMന്റെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് നിലനിൽക്കുന്നു. CPIMന്റെ മെമ്പർഷിപ്പിൽ തുടരുന്ന R. രാജേന്ദ്രകുമാർ, അദ്ദേഹം വിമത നേതാവെന്ന് പാർട്ടിയിലുള്ള വലിയ അവമതിപ്പിൻ്റെ പിന്നാലെയാണ് പാർട്ടി പ്രാദേശിക ഘടകത്തിൻ്റെ ആലോചനയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് അവിടെ കോൺഗ്രസിൻ്റെ അവിശ്വാസ പ്രമേയത്തിന് പിന്തുണ നൽകി 3 CPIM പഞ്ചായത്ത് അംഗങ്ങൾ രംഗത്തെത്തിയത്. അത് വലിയ വിവാദമായി, പാർട്ടിക്ക് അത് അവമതിപ്പുണ്ടാക്കി, നാണക്കേടുണ്ടാക്കി. പിന്നാലെ നേതൃത്വം ഇടപെട്ടു. നേതൃത്വം ഇന്ന് അടിയന്തര ഏരിയ കമ്മിറ്റി യോഗം കുട്ടനാട്ടിൽ ചേർന്നു. വിഭാഗീയത തന്നെ ഭാഗമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ തുടങ്ങിയതാണ് കുട്ടനാട്ടിൽ വലിയ രീതിയിലുള്ള വിഭാഗീയ പ്രശ്നങ്ങൾ. കഴിഞ്ഞ ഓഗസ്റ്റ് മാസം 200-ലധികം ആളുകളാണ് പാർട്ടി മെമ്പർമാരാണ്, അനുഭാവികൾ മാത്രമല്ല പാർട്ടി അംഗത്വമുള്ള മെമ്പർമാരാണ്, 200 പേരിലധികം ആളുകളാണ് CPIയിൽ അംഗത്വം എടുത്തത്. അതിൽ R. രാജേന്ദ്രകുമാർ അടക്കമുള്ള ആളുകൾ പാർട്ടിയിൽ നിന്ന് നിലവിൽ നിൽക്കുകയാണ്. പക്ഷേ CPIമിൽ നിലവിൽ മെമ്പർഷിപ്പ് തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും R. രാജേന്ദ്രകുമാറിനെ നീക്കാനുള്ള ആലോചന പാർട്ടി ഘടകങ്ങളിൽ ഉണ്ടെങ്കിൽ കൂടി അതിന് CPIമിൽ തന്നെ അദ്ദേഹം നിലനിൽക്കുന്നുണ്ട്, അതിന് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് മറ്റൊരു രീതിയിൽ അതിനെ കോൺഗ്രസിൻ്റെ അവിശ്വാസ പ്രമേയത്തിലൂടെ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള നീക്കത്തിലേക്ക് CPIM എത്തിയത്. പക്ഷേ അത് നാണക്കേടുണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് വീണ്ടും അതിൽ ഇടപെട്ടുകൊണ്ട് 3 അംഗങ്ങൾ, അതായത് പഞ്ചായത്ത് അംഗങ്ങൾ 2 പേർ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളാണ്, ഒരാൾ ബ്രാഞ്ച് അംഗമാണ്. അങ്ങനെ 3 പേരോട് വിശദീകരണം പാർട്ടി ചോദിച്ചിട്ടുണ്ട്. തൃപ്തികരമല്ലാത്ത വിശദീകരണമാണെങ്കിൽ ഇവർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് കൂടി പാർട്ടി ഏരിയ സെക്രട്ടറി G. ഉണ്ണികൃഷ്ണൻ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ R. രാജേന്ദ്രകുമാറിനെ വേറെ രീതിയിൽ പുറത്താക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ രീതിയിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് പുറത്താക്കാനുള്ള നീക്കം. എന്താണെങ്കിലും ഇതോടുകൂടി അത് പാർട്ടി ഇടപെട്ട് കൂടി അത് മയപ്പെടുത്തുന്നത്. എന്താണെങ്കിലും കുട്ടനാട്ടിൽ ഈ വരുന്ന ദിവസങ്ങളിൽ കൂടി വലിയ വിഭാഗീയ പ്രശ്നങ്ങൾ ഉടലെടുക്കാനാണ് സാധ്യത. ശരി, കുട്ടനാട് CPIമിലെ തർക്കം രൂക്ഷമാണ്. അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് മനീഷ് മഹിപാൽ നൽകിയത്. വീണ്ടും ലൈവ് ന്യൂസിലേക്ക്. ബംഗാളിൽ TMC BJP പ്രവർത്തകർ തമ്മിൽ സംഘർഷം. തുർബ മേദിനിപ്പൂരിലാണ് സംഘർഷമുണ്ടായത്. BJP സ്ഥാനാർത്ഥിയും കൽക്കട്ട ഹൈക്കോടതി മുൻ ജഡ്ജിയുമായ അഭിജിത് ഗംഗോപാധ്യായയുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണ റാലിക്കിടെയാണ് സംഘർഷമുണ്ടായത്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ഏത് സാഹചര്യത്തിലാണ് സംഘർഷത്തിലേക്ക് എത്തിയത്? കാര്യങ്ങൾ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ. അനുജ, പശ്ചിമ ബംഗാളിലെ പൂർവ്വ മേദിനിപ്പൂരിലാണ് തൃണമൂൽ കോൺഗ്രസിന്റെയും BJPയുടെയും പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. തംലൂക്ക് ലോക്സഭാ മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥിയും മുൻ കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജിയുമായ അഭിജിത് ഗംഗോപാധ്യായയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ റാലിക്കിടെയാണ് 2 പാർട്ടികളുടെയും പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുന്ന സാഹചര്യമുണ്ടായത്. ഈ റാലി കടന്നു പോകുന്നതിനിടെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിയതാണ് ഈ സംഘർഷത്തിലേക്ക് വഴിവെച്ചത് എന്നാണ് BJP ആരോപിക്കുന്നത്. ബംഗാളിലെ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ ഈ റാലിയുടെ ഭാഗമായി ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അതിനിടെയാണ് സംഘർഷമുണ്ടായത്. നിരവധി പേർക്ക് ഈ ഏറ്റുമുട്ടലിൽ പരിക്കേറ്റു എന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ ഉടൻ തന്നെ പോലീസ് ഇടപെട്ട് പ്രദേശത്ത് സംഘർഷത്തിന് ശമനം വരുത്തി എന്നാണ് അധികൃതർ അറിയിക്കുന്നത്. നിലവിൽ ഇപ്പോൾ പ്രദേശത്ത് കൂടുതൽ പോലീസിനെയും അർദ്ധസൈനിക വിഭാഗങ്ങളെയും വിന്യസിച്ചിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. പോലീസിന് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബംഗാളിൽ BJP TMC പ്രവർത്തകർ തമ്മിൽ സംഘർഷം. കോട്ടയം പാല കടനാട്ടിൽ പുലിയുടെ സാന്നിധ്യമെന്ന് നാട്ടുകാർ. തുമ്പമലയിൽ ജനവാസ മേഖലയിൽ പുലിയെ കണ്ടുവെന്ന പരാതിയെ തുടർന്ന് വനംവകുപ്പ് സ്ഥലത്ത് പരിശോധന നടത്തി. കഴിഞ്ഞ ദിവസം മുട്ടം ഭാഗത്ത് പുലിയുടെ ദൃശ്യങ്ങൾ CCTV ക്യാമറയിൽ പതിഞ്ഞിരുന്നു. ഒരു സൗണ്ട് കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പം ഒന്നും കണ്ടില്ല ആദ്യം. അത് കഴിഞ്ഞ് വെച്ചാൽ വീണ്ടും ഒരു സൗണ്ട് കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പം ഒരു പുലി അവിടെ നിൽക്കുന്നു. ഒരു 2 അടി പൊക്കം, നല്ല വാലിന് നീളമായിട്ട് ഒരു പുലിയെ 100% പുലിയാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ. അതേസമയം കടനാട്ടിൽ കണ്ടത് പുലി അല്ലെന്ന് വനംവകുപ്പ് അറിയിക്കുന്നു. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി. പുലിയാണ് എന്ന് നാട്ടുകാർ ഉറപ്പിക്കുന്നു, പക്ഷേ വനംവകുപ്പ് അത് അല്ല എന്ന് സ്ഥിരീകരിക്കുകയാണോ അശ്വിൻ?
തീർച്ചയായും അനുജ, ഇന്നലെ വൈകുന്നേരം 4 മണിയോടുകൂടിയാണ് നാട്ടുകാർ ഈ ഒരു ടവറിന് സമീപമുള്ള പാറപ്പുറത്ത് പുലിയെ കണ്ടതായുള്ള സംശയം പ്രകടിപ്പിച്ചത്. ഇവരിത് പഞ്ചായത്തിലും ഒപ്പം വനം വകുപ്പിലും ഈ വിവരം അറിയിച്ചു. തുടർന്ന് ഇന്നാണ് വനം വകുപ്പിന്റെ പരിശോധന ഈ പ്രദേശത്ത് നടത്തിയത്. ആ പരിശോധനയിൽ നിന്നും വനം വകുപ്പ് പറയുന്നത് പുലിയല്ല എന്നുള്ളതാണ്. അവർ കാരണമായ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഈ പ്രദേശത്ത് പുലി വന്നു പോയതിന്റെ കാൽപ്പാടുകളോ മറ്റ് സംശയങ്ങളോ ഒന്നും പരിശോധനയിൽ കണ്ടെത്താനായിട്ടില്ല. ഒപ്പം സാധാരണഗതിയിൽ എവിടെയെങ്കിലും പുലി ഇറങ്ങിയാൽ സമീപത്തുള്ള വളർത്തുമൃഗങ്ങളെ അടക്കം പിടിക്കുന്ന ഒരു ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ അങ്ങനെയും കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ തുമ്പമലയിൽ കണ്ടത് പുലിയല്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് വനം വകുപ്പ് എത്തിയിരിക്കുന്നത്. അതേസമയം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങളോ അല്ലെങ്കിൽ ദുരൂഹ സാഹചര്യമോ വരും ദിവസങ്ങളിൽ കണ്ടാൽ ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും വനം വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കടനാട്ടിന് സമീപം 15 കിലോമീറ്റർ മാറി മുട്ടത്ത് പുലിയുടെ CCTV ദൃശ്യങ്ങൾ കണ്ടതാണ് നാട്ടുകാരിൽ കൂടുതൽ ആശങ്കയുണർത്തിയത്. എന്തായാലും ഇത് പുലിയല്ല എന്നൊരു ആശ്വാസ വാർത്തയാണ് വനം വകുപ്പ് നാട്ടുകാരെ അറിയിച്ചിരിക്കുന്നത്. അനുജ, പാലാ കടനാട്ടിൽ കണ്ടത് പുലിയല്ല എന്ന് വനം വകുപ്പ് സ്ഥിരീകരിച്ചു. ലൈവ് ന്യൂസ് തുടരുന്നു. പത്തനംതിട്ട വടശ്ശേരിക്കരയിൽ വന്യമൃഗാക്രമണം. ബൈക്കിൽ സഞ്ചരിച്ച പിതാവിനും മകനെയും നേരെ മ്ലാവ് ആക്രമണമുണ്ടായി. വടശ്ശേരിക്കര സ്വദേശി ബെന്നി, മകൻ ബിച്ചു ബെന്നി എന്നിവർക്കാണ് പരുക്കേറ്റത്. ഇരുവരെയും പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, പരുക്ക് ഗുരുതരമാണോ? ഈ മേഖലയിലൊക്കെ ഇത്തരം വന്യമൃഗാക്രമണം ഉള്ള ഇടമാണോ? തീർച്ചയായും ഈ മേഖലയിൽ സ്ഥിരമായി വന്യമൃഗ ആക്രമണങ്ങൾ, മ്ലാവും കാട്ടാനകളും അടക്കം സ്ഥിരം റോഡിലേക്ക് ഇറങ്ങുന്ന ഒരു പതിവുണ്ട് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. സമാനമായ രീതിയിൽ കാട്ടാനകൾ കൃഷിയിടങ്ങളിൽ എത്തി കൃഷി നശിപ്പിക്കുന്നതും പതിവാണ്. എന്തായാലും ഇന്ന് രാവിലെ ആയിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നത്. എന്തായാലും ഈ രണ്ടുപേരും ജീവൻ രക്ഷപ്പെട്ടത് തന്നെ തലനാരിഴക്കാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ മ്ലാവ് കുറുകെ വന്ന് ഇടിക്കുകയായിരുന്നു. എന്തായാലും ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഈ ബെന്നിയുടെ തലയ്ക്ക് കാര്യമായ രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇരുവരെയും പുഷ്പഗിരി ആശുപത്രിയിലാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. എന്തായാലും ഈ മേഖലയിൽ വനം വകുപ്പിന്റെ അടക്കം അനാസ്ഥ ഈ വിഷയത്തിലുണ്ട് എന്നാണ് പറയുന്നത്. കാട്ടിൽ തീരെ വെള്ളമില്ലാത്തൊരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ മ്ലാവുകളടക്കം ഇങ്ങോട്ട് ഇറങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. കാട്ടിൽ കിടങ്ങടക്കം കുടിച്ച് ഇവർക്ക് ആവശ്യമായ വെള്ളം, വന്യമൃഗങ്ങൾക്ക് ആവശ്യമായ വെള്ളം വനം വകുപ്പ് അവിടെ തന്നെ നൽകണമെന്നൊരു ആവശ്യമാണ് ഒരു ഘട്ടത്തിൽ ഉയർത്തുന്നത്. എന്തായാലും രണ്ടുപേരുടെയും ജീവൻ രക്ഷപ്പെട്ടെങ്കിലും കാര്യമായ രീതിയിലുള്ള പരിക്കുകളുണ്ട്. നട്ടലിനും അതുപോലെ തന്നെ തലയ്ക്കുമാണ് ഇരുവർക്കും പരിക്കേറ്റിട്ടുള്ളത്. ഇരുവരും ചികിത്സയിലാണ്. അനുജ, പത്തനംതിട്ട വടശ്ശേരിക്കരയിലാണ് മ്ലാവിന്റെ ആക്രമണം ഉണ്ടായത്. ബൈക്കിൽ സഞ്ചരിച്ച പിതാവിനെയും മകനെയുമാണ് മ്ലാവ് ആക്രമിച്ചത്. രാജ്യത്ത് ഉള്ളിക്കയറ്റുമതി നിരോധനം കേന്ദ്ര സർക്കാർ പിൻവലിച്ചു. കയറ്റുമതി വില ടണ്ണിന് $550 നിശ്ചയിച്ചു. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, എന്താണ് കേന്ദ്ര സർക്കാരിന്റെ നടപടി? രാജ്യത്ത് ഉള്ളിക്കയറ്റുമതി നിരോധനം കേന്ദ്ര സർക്കാർ പിൻവലിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. ഉള്ളിയുടെ കയറ്റുമതി വില ടണ്ണിന് $550 നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു കേന്ദ്ര സർക്കാർ. മറ്റൊരു വാർത്ത. ക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് അരളിപ്പൂ ഉപയോഗിക്കുന്ന കാര്യത്തിൽ ആരോഗ്യവകുപ്പിൽ നിന്ന് നിർദ്ദേശം ലഭിച്ചാൽ തീരുമാനമെടുക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. വിഷയം ദേവസ്വം മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ആലപ്പുഴ ഹരിപ്പാട്ട് അരളിപ്പൂ കഴിച്ച യുവതി കുഴഞ്ഞു വീണ് മരിച്ച പശ്ചാത്തലത്തിലാണ് ദേവസ്വം ബോർഡ് വിഷയം പരിഗണിച്ചത്. യുവതിയുടെ മരണകാരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് ഒരാളുടെ ജീവൻ അപഹരിക്കുക എന്ന് പറയുന്നത് അത്യന്തം ഗൗരവമായി ദേവസ്വം ബോർഡ് ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരു വിഷയമാണ്. പക്ഷെ അതിനെ സംബന്ധിച്ച് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നോ നമുക്കൊരു നിർദ്ദേശം ഇതുവരെ ആധികാരികമായി നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. കിട്ടിയാൽ തീർച്ചയായും ദേവസ്വം ബോർഡ് ആ വിഷയത്തിൽ ഗൗരവമായി തീരുമാനമെടുക്കും. ഹരികൃഷ്ണൻ വിശദാംശങ്ങളുമായി. ഹരികൃഷ്ണൻ, കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അപ്പോൾ ഇത് വിഷാംശമുണ്ട് ഇതിന്റെ പൂവിലും ഇലയിലും എന്ന തരത്തിലേക്കൊക്കെ ചില വിദഗ്ധരെങ്കിലും സ്ഥിരീകരിക്കുന്നുണ്ട്. ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ അത് ബാധിക്കും എന്ന തരത്തിലേക്ക് അത് മരണകാരണമാകാം എന്നൊക്കെ പറയുമ്പോൾ ഇതിനെ ഗൗരവത്തിലെടുക്കുകയാണോ ദേവസ്വം ബോർഡ്? അനുജ, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ഇതൊരു ഗൗരവപരമായി എടുക്കേണ്ട ഒരു സമീപനമാണ് ഇതിൽ വേണ്ടതെന്നുള്ളതാണ് ഈ ദേവസ്വം ബോർഡിൻ്റെ അടക്കം, ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ അടക്കമുള്ള നിലപാട് എന്ന് പറയുന്നത്. കാരണം ഈ ക്ഷേത്ര പൂജകൾക്കും മറ്റും ദൈവീത്യത്തിനും അടക്കം ഇത് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഹരിപ്പാട് സ്വദേശിനിയായിട്ടുള്ള സൂര്യ സുരേന്ദ്രൻ ഈ അരളിപ്പൂ കഴിച്ചതുമായി ബന്ധപ്പെട്ട് മരണപ്പെടുന്നതെന്നൊരു വാർത്ത പുറത്തു വരുന്നത്. പക്ഷേ അത് അരളിപ്പൂ കഴിച്ചാണോ ഈ മരണകാരണം എന്നതിൽ സ്ഥിരീകരണമല്ല. അതിന് ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം കൂടി വരണം. അത് 3
ദിവസത്തിനുള്ളിൽ വരും. അതിനുശേഷം മാത്രമേ ഇതിലൊരു സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ പോസ്റ്റ്മോർട്ടത്തിൽ വിഷം ഉള്ളിൽ ചെന്നാണ് മരിച്ചത് എന്ന് പറയുന്നു. മാത്രവുമല്ല ഈ പെൺകുട്ടി ഈ മരണത്തിന് തൊട്ട് മുമ്പ് ഈ അരളിപ്പൂ കഴിച്ചതായി ഡോക്ടർമാരോട് പറയുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില വിദഗ്ധരെങ്കിലും ഇത്തരത്തിൽ ഈ അരളിപ്പൂ ഒരു വിഷാംശമുള്ള ചെടിയാണെന്ന തരത്തിൽ നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉയർന്നതൊക്കെയാണ്. അത്തരത്തിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇവിടെ ഈ ആരോഗ്യവകുപ്പിൻ്റെ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലൊരു സ്ഥിരീകരണം ലഭിച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഈ അരളിപ്പൂ ഈ ക്ഷേത്ര പൂജകളിൽ നിന്നും ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അത്തരത്തിലൊരു റിപ്പോർട്ട് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ക്ഷേത്ര പൂജകളിൽ നിന്നും നൈവേദ്യത്തിൽ നിന്നുമൊക്കെ ഈ അരളിപ്പൂവ് ഒഴിവാക്കാൻ തന്നെയായിരിക്കും ദേവസ്വം ബോർഡിന്റെ തീരുമാനമെന്നുള്ളതാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിക്കുന്നത്. അനുജ, ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. നെയ്യാറ്റിൻകരയിൽ വീട്ടമ്മയുടെ മാല പൊട്ടിച്ച കേസിലെ പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വെഞ്ഞാറമൂട് സ്വദേശി മുഹമ്മദ് ഷാനെ പോലീസ് തെളിവെടുപ്പിനെത്തിക്കുകയായിരുന്നു. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, തെളിവെടുപ്പ് തുടരുകയാണോ? അനുജ, തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. മാർച്ച് 18-നാണ് ഈ നെയ്യാറ്റിൻകര പ്ലാമൂട്ടുകട സ്വദേശിയായ വീട്ടമ്മയുടെ മാല കവർന്നത്. ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം ഈ മാല കവരുകയും വീട്ടമ്മയെ മർദ്ദിച്ച് ഒരു വശത്തേക്ക് തള്ളിയിടുകയുമായിരുന്നു. പിന്നീട് ഒളിവിൽ പോയ പ്രതികൾക്കെതിരെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ബൈക്ക് ഓടിച്ചിരുന്ന പ്രതിയെ നേരത്തെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. എന്നാൽ മാല പൊട്ടിച്ച മുഖ്യപ്രതി തമിഴ്നാട്ടിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. അതിനിടെയാണ് പിന്നീട് ഇന്ന് കല്ലറയിൽ നിന്ന് രാവിലെ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ഈ സംഭവം നടന്ന സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട്. 6.5 പവന്റെ മാലയാണ് പ്രതികൾ കവർന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഇന്ന് തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കുമെന്നതാണ് പോലീസും അറിയിക്കുന്നത്. അനുജ, MG പ്രതീഷ് വിവരങ്ങൾ നൽകിയത്. കായംകുളത്ത് സാഹസിക കാർ യാത്ര നടത്തിയ യുവാക്കൾക്കെതിരെ MVD കേസെടുത്തതിന് പിന്നാലെ ഇവർക്കൊപ്പം മറ്റ് 2 കാറുകളിൽ സാഹസിക യാത്ര നടത്തിയ യുവാക്കളുടെ ദൃശ്യങ്ങൾ കൂടി പുറത്തുവന്നു. കാറിന്റെ ഡോറിൽ നിന്ന് യാത്ര ചെയ്യുന്നതടക്കം മറ്റ് 2 കാറുകളിലെ സാഹസിക യാത്രയുടെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. സാഹസിക യാത്ര ചോദ്യം ചെയ്ത കുടുംബത്തെ യുവാക്കൾ കൂട്ടമായി ആക്രമിച്ചുവെന്ന പരാതിയും പോലീസിന് ലഭിച്ചു. സംഭവത്തിൽ നൂർനാട് പോലീസ് കേസെടുത്തു. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, ഒരു സംഘം കൂട്ടമായി ഇത്തരത്തിലേക്ക് നിയമലംഘനം നടത്തുകയും സാഹസിക യാത്രയും നടത്തുകയും ചെയ്തു എന്നതിന്റെ ദൃശ്യങ്ങളാണല്ലോ പുറത്തു വന്നിട്ടുള്ളത്. ഇവരെ മുഴുവൻ പേരെയും പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ടോ? അനുജ, കഴിഞ്ഞ ഞായറാഴ്ച കായംകുളം പുനലൂർ റോഡിൽ സാഹസിക യാത്ര നടത്തിയ 3 സംഘം, അതായത് 3 കാറിലായി ഒരു വിവാഹ സൽക്കാര പരിപാടിക്ക് പോകുന്ന 3 സംഘത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ മുഴുവനായി പുറത്തു വന്നിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസങ്ങൾക്ക് മുൻപ് ഈ ഞായറാഴ്ച നടന്ന ഈ സാഹസിക യാത്രയിലെ ഒരു ഇന്നോവ കാറിന്റെ 4 ഡോറിന്റെ ഭാഗത്ത് നിന്ന് സാഹസിക യാത്ര ചെയ്യുകയും മൊബൈൽ ഫോണിൽ ഇടയ്ക്ക് നോക്കി സെൽഫി എടുക്കുകയും അപകടകരമായ യാത്ര ചെയ്തതിനുമാണ് MVD ഇതിനെതിരെ നടപടിയെടുത്തത്. അതിന്റെ വാഹന ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കുകയും പോലീസ് ഈ വാഹനം പിടിച്ചെടുക്കുകയും ഇവർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. പിന്നാലെ ഇന്ന് രാവിലെയോടുകൂടിയാണ് സമൂഹ മാധ്യമങ്ങളിൽ അന്നത്തെ അതേ ദിവസം അതേ സമയം അതേ റോഡിൽ ഈ വാഹനങ്ങൾക്കൊപ്പം യാത്ര ചെയ്ത മറ്റു 2 വാഹനങ്ങളും സമാനമായ രീതിയിൽ വലിയ സാഹസികമായ രീതിയിൽ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇത് കൊല്ലം സ്വദേശികളായ 10-ൽ താഴെയുള്ള യുവാക്കളാണെന്ന് നൂർനാട് പോലീസിന് മനസ്സിലാക്കുകയും കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. MVDയും കേസെടുക്കാനാണ് സാധ്യത. ഒപ്പം തന്നെ മറ്റൊരു പരാതി കൂടി ലഭ്യമായിട്ടുണ്ട്. ഈ 2 വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്ത് മറ്റൊരു കുടുംബാംഗങ്ങൾ ഉൾക്കൊണ്ടിരുന്ന ഒരു വാഹനം കടന്നു പോയിരുന്നു. ഇവരെ ഇത് ചോദ്യം ചെയ്തതിൽ ഇവരെ ആക്രമിക്കാൻ ഈ സാഹസിക യാത്ര നടത്തിയ യുവാക്കൾ എത്തിയെന്ന പരാതിയും നൂർനാട് പോലീസിന് ലഭ്യമായിട്ടുണ്ട്. കായംകുളത്താണ് 3 കാറുകളിലായ ഒരു സംഘം സാഹസിക യാത്ര നടത്തിയത്. ബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരെ കരിങ്കൊടി പ്രതിഷേധം. ആലുവ പാലസിന് സമീപമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി വീശിയത്. ശ്യാംകുമാർ വിവരങ്ങളുമായി. ശ്യാംകുമാർ, ലൈംഗികാതിക്രമത്തിന് പരാതിയുണ്ട് ആനന്ദബോസിനെതിരെ. അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പ്രതിഷേധം. അനുജ, ഈ പരാതിയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ന് ബംഗാൾ ഗവർണർ CV ആനന്ദബോസിനെതിരായിട്ട് പ്രതിഷേധമുണ്ടായത്. ഗവർണർക്കെതിരെ ചില യുവജന സംഘടനകൾ പ്രതിഷേധിക്കുമെന്ന മുന്നറിയിപ്പുണ്ടായതിനെ തുടർന്ന് പോലീസ് ബംഗാൾ ഗവർണറുടെ പരിപാടി നടക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും റോഡിലും വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഗവർണർ താമസിക്കുന്ന ആലുവ പാലസിന് സമീപത്ത് തന്നെ പ്രതിഷേധമുണ്ടാകുമെന്ന് പോലീസിനും കണ്ടെത്താനായില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഗവർണറെ വാഹന വ്യൂഹം പുറത്തേക്ക് വരുന്നതിന് തൊട്ടു മുൻപ് കരിങ്കൊടിയുമായി ചാടി റോഡിലേക്ക് വീണത്. ഇതോടെ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. 8ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് പ്രതിഷേധത്തിനായി എത്തിയത്. ഇവരെല്ലാവരെയും അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെയാണ് ഗവർണറുടെ വാഹന വ്യൂഹം അതിലേക്ക് കടന്നുപോയത്. അനുജ, ബംഗാൾ ഗവർണർ CV ആനന്ദബോസിന്റെ വാഹനത്തിന് നേരെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം ആലുവയിൽ ഉണ്ടായത്. ലൈവ് ന്യൂസ് അവസാനിക്കുന്നു.